അളിയാച്ചു നീയായിരുന്നാ? ഞാൻ വിചാരിച്ച അരവനേന്ന് വേറെ പുള്ളികൾ ചെക്കിങ്ങിന് ഒന്നായിരിക്കും. ഡോണ്ട് കോൾ മീ അളിയൻ. നിന്റെ കൂടെ പണ്ട് സിനിമയിൽ കക്കൂസ് എഴുതുന്ന ഊള. പ്രൈസ് ലോർഡ്. ആ ഊള അച്ഛനാജുമല്ല ഞാനെന്ന്. നീ ഉൾപ്പെടെ എല്ലാത്തിനെയും ഭരിക്കുന്ന ബിഷപ്പിന് ബുദ്ധി കൊടുക്കുന്ന അങ്ങേരെ സെക്രട്ടറി ആണ് ഞാൻ. ഫാദർ അജു, MA സൈക്കോളജി. എന്താടാ എന്നെ കണ്ട് അരമനയിൽ വന്ന പുലിയായിട്ട് തോന്നില്ലേ? എടാ ഇല്ലേന്ന് തോന്നുകയല്ലടാ. കാരണം നിനക്ക് അതിനുള്ള വിവരമില്ല. മിനിമം ഒരു പട്ടിക്കാട്ടവും ആട്ടുകാട്ടവും കണ്ട് തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം. രണ്ടും കാട്ടം തന്നെ. വാഴ കൊലയും വെള്ളയും കുറെ ഊള പിള്ളേരും. ഇതെടാ പള്ളിയോ അത് കൽപ്പക്കര ചന്തയോ? എടാ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് വേണം ഇടവക്കാരെ ഹാൻഡിൽ ചെയ്യാൻ. വളരെ മനഃശാസ്ത്രപരമായിരിക്കണത്. ഒരു ഇടവകയിൽ ചെന്ന് ആദ്യത്തെ ഞായറാഴ്ച കുർബാനയിലെ പ്രസംഗമാണ് ഒരു അച്ഛൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. നാളെ നിന്റെ ആദ്യത്തെ ഞായറാഴ്ച ആദ്യത്തെ കുർബാനയാണ്. അവിടെ ആൾക്കാരെ കയറിച്ചെന്നേ ബബ്ബ പഠിച്ചാലേ ആൾക്കാരെ നിന്നെ പിടിച്ച് കുമ്മിയിടും മോനെ. എടാ നാളെ ഞാൻ പ്രസംഗിക്കണോ? ഓ ഡോണ്ട് കോൾ മീ ഒളിയൻ. ആണോ നിന്റെ ഒളിയൻ? ഫാദർ അജോളിയ, നാളെ ഞാൻ ഉറപ്പായിട്ടും പ്രസംഗിക്കണം. നീ പ്രസംഗിക്കണം. നീ 15 മിനിറ്റ് ഘോരം പ്രസംഗിക്കണം. എടാ അതിനുള്ള നിർദ്ദേശങ്ങൾ തരാനല്ലേ ബിഷപ്പ് എന്നെ കൊണ്ട് പറഞ്ഞേക്കണേ. ഫാദർ അജു, നീ അതിരൂപതയുടെ സിംഗക്കുട്ടിയല്ലടാ? അതെ അതെ. നീ നാളെ പ്രസംഗിച്ചത് ആർക്കടാ? ഞാൻ ഇവിടെ. എടാ ഈ പേട്ട ഇടവക്കാർക്ക് കേൾക്കാനുള്ളതല്ലേ ഫാദർ അജുവിന്റെ പ്രസംഗം. അതിനല്ലേ നീ ഇവിടെ നാളെ നീ തന്നെ പ്രസംഗിക്കണം. നിന്നെ കൊണ്ട് ഞാൻ പ്രസംഗിപ്പിക്കും. അമ്മേ പാപ്പൻ വരുന്നുണ്ട്. അപ്പോ ഇന്ന് ഷാപ്പിൽ വേറെ ആർക്കും കുടിക്കാനില്ലായിരുന്നു തോന്നല്ല. എന്റെ മറിയ കുട്ടി ഇന്ന് എല്ലാവർക്കും വയറ് നിറച്ചു കൊടുത്തു. നല്ല ഊഗ്രം കള്ള്. അല്ലെന്റെ മറിയ കുട്ടി, ഈ മായം ചേർത്ത കള്ള് കുടിച്ചാലും മായം ചേർക്കാത്ത കള്ള് കുടിച്ചാലും ഫിറ്റാവും. പിന്നെ ഈ പള്ളിയിൽ അച്ഛൻ ഇത് എന്നാത്തിന്റെ കേടാ? മായം ചേർക്കാതെ കുടിച്ചാ കൂടുതൽ കാലം കുടിക്കാം. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ. കൂടുതൽ കാലം കുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആള് കൊള്ളാലോ. ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ക്രിസ്തുവിന്റെ തിരുവതികൾ 2000 വർഷം കേട്ട അടക്കൊരു പാട്ടും കൂടി പാടിയ നല്ല ഉഗ്ര കഥാപ്രസംഗം ആയിട്ടുണ്ട്. എന്റെ പൊന്നെ വിച്ച നിങ്ങൾ ഇനി കാണാനുള്ള കൊതി കൊണ്ട് പറയാം. നിങ്ങൾ ഈ പേപ്പർ തോട്ടി വലിച്ചെറിഞ്ഞിട്ട് മനുഷ്യന് മനസ്സിലാവണ പോലെ ഒരു പ്രസംഗം ഇരിക്കേ. ഇത് കീറി കളഞ്ഞ പിന്നെ നീ എഴുതി തരോടാ കേപ്പേ വേറെ പ്രസംഗം. 13 വർഷം സെമിനാറിൽ കഷ്ടം ലഭിച്ചിട്ട് തന്നെ ഒരു മാല. കഴുതേ, എനിക്ക് നാളെ പ്രസംഗിക്കാനുള്ള അച്ഛൻ പോയി കിടന്നുറങ്ങിയ നാളെ തന്നെ എടുക്കുമ്പോ ആലോചിക്കണേന്ന്. എനിക്ക് നാളെ പ്രസംഗിക്കാനുള്ള. നാളെ അൽത്താരക്കരി കണ്ണടച്ചവിടെ നിന്നാ മതി. ബാക്കി വാർത്തകൾ നോക്കോളൂ. വേഗം വന്നേ, നേരെ വിളിക്കാറായി. നിൽക്കുന്നില്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ഇത് കേട്ടിട്ട് വേണം ഞായറാഴ്ച ആണല്ലോ എന്നോർത്ത് ആൾക്കാർക്ക് ഇറച്ചി മേടിക്കാൻ പോവാൻ. ഇതെന്നാ ചീട്ടുകൾ ഇങ്ങോട്ട് മാറ്റി? എന്നതാ പറ്റിയേ? കുർബാനയ്ക്ക് വന്നാടോ? എന്റെ പാപ്പ അതാ ചോദിച്ചേ, എന്നതാ പറ്റിയെന്ന്. അച്ഛനായിട്ടൊരു മീറ്റിംഗ് ഉണ്ടോ? അപ്പൊ നിങ്ങളെ പള്ളി കമ്മിറ്റിയിലെടുത്തോ? പള്ളി കമ്മിറ്റിയിലോട് ചീട്ടുകളി കമ്മിറ്റി. ചീട്ടുകൊണ്ട് അദ്ദേഹം എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിക്കണെന്ന് അറിയാമോ? സമ്മതിക്കണം. പള്ളി കയറുന്നേ. എന്നാ ഞായറാഴ്ച കുന്നമ്മണിങ്ങ പോലെ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകത്തില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ കുർബാനയ്ക്ക്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിന്നെ ഈ ഞാനും കൂത്തുകൊണ്ട അച്ഛനും. മാട്ടിച്ചായോ, ഇത് എങ്ങോട്ടാ? ഒരു പ്രേക്ഷിത പ്രവൃത്തി. എല്ലാ കുടിയന്മാരെ ഞായറാഴ്ച കുർബാന കാണിക്കാന്നൊരു നേർച്ച നേർന്നു. അതെ, ഞങ്ങൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങനെ ഷാപ്പിലോട്ട് വരും. പിന്നെ മെനക്കേടാവും. ഓരോ സൈസ് അച്ഛന്മാര്. മത്തായിച്ചോ, അവിടെ ഇവിടെ നോക്കി നിൽക്കാതെ എബിച്ചിനോട് വേഗം കുർബാന തുടങ്ങാൻ പറ. കട ഞാൻ ലോറൻസിനെ ഏൽപ്പിച്ചാ വന്നേ. പോയിട്ട് പണിയുള്ളതാന്നേ. ഞാനിത് കലിപ്പക്കരെ തന്നെ അല്ലേ? എഴുതുന്നെല്ലാം പഠിച്ചില്ലേ? പ്രസംഗത്തിന് മുമ്പ് ക്ലോക്കിലേക്ക് നോക്കണം. അതിൽ സൂചി അനുസരിച്ച് നമ്മുടെ പ്രസംഗത്തിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അറിയാലോ, കൃത്യം 15 മിനിറ്റ്. കൊള്ളാം. അച്ഛന് ഒരുങ്ങി പള്ളി മൊത്തം ആൾക്കാരതിനു ശേഷം അവിടെ കപ്പേര് വരുന്നത്. എന്റെ പൊന്നച്ഛന്മാരെ, കാർലോസ് അച്ഛൻ വടിവാളും കൊണ്ട് നാട് നീളം നടന്നിട്ടും വരാത്ത ആൾക്കാരാ പള്ളി കയറിയേക്കുന്നത്. ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, പ്രസംഗത്തിന്റെ സമയം നിനക്കെന്നെ സഹായിച്ചൂടെ? അളിയാന്ന് വിളിക്കായിരുന്നു. 1000 പ്രാവശ്യം പറഞ്ഞോളൂ. നീ കിടക്കാതെ കയറി ചെല്ലില്ല.
എടാളിയാ ശരിക്കും കുർബാനയൊക്കെ ചൊല്ലാൻ അറിയാവോന്നേ? എന്റെ കർത്താവ്, നിലാവ് പോലെ എൻ്റെ ഉള്ളിൽ വന്നുദിക്കണേ, സ്നേഹനാളമേ ലോകനാഥനേ. നിലാവ് പോലെ എൻ്റെ ഉള്ളിൽ വന്നുദിക്കണേ, സ്നേഹനാളമേ ലോകനാഥനേ. പുണ്യവരദനേ കണ്ണുനീരൊഴിഞ്ഞിടാൻ അജഗണത്തിൽ എന്നെയും ചേർത്തിടേണമേ. പുണ്യവരദനേ വൈകിട്ടേ 10 ഓവർ കളിയുണ്ട്. അച്ഛൻ നേരത്തെ വരുമോ? ഉടുപ്പെന്ന് വിടടാ. അജഗണത്തിൽ എന്നെയും ചേർത്തിടേണമേ, അജഗണത്തിൽ എന്നെയും ചേർത്തിടേണമേ. നിലാവ് പോലെ എൻ്റെ ഉള്ളിൽ വന്നുദിക്കണേ, സ്നേഹനാളമേ ലോകനാഥനേ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവരെ പോറ്റുന്നു. ദൈവവചനമാണ് നിങ്ങൾ കേട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തെറ്റ് ചെയ്ത ദൈവം നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ വീണ്ടും തെറ്റ് ചെയ്ത ദൈവം വീണ്ടും നിങ്ങളോട് ക്ഷമിക്കും. എന്നിട്ടും മനസാക്ഷിയില്ലാതെ നമ്മൾ വീണ്ടും തെറ്റ് ചെയ്താലോ? പിന്നെ ക്ഷമിക്കും. തെറ്റ് ചെയ്യുന്നു, ക്ഷമിക്കുന്നു, എല്ലാം കോംപ്രമൈസ്. പിന്നെ നിങ്ങൾ തെറ്റ് ചെയ്യാന്ന് വിചാരിക്കാം, ദൈവം എന്നെ എടുക്കും. പറ. പതുക്കെ ആലോചിച്ച് സമയമെടുത്ത് പറഞ്ഞോ. പറയുന്നേ ഒന്നും പറയണ്ട പാപ്പ. അടങ്ങിയിരിക്കണം. ചേർത്തി എന്നെ എടുക്കുന്നേ. അച്ഛൻ ചോദിക്കുന്നത് കേട്ടില്ലടി, പറ. ഓ പിന്നെ പള്ളിക്കൂടത്തി സാറുമാര് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെയല്ലേ പള്ളിയിലെ എന്നെ എടുക്കും മിന്നുകുട്ടി. ആ അറിയത്തില്ല. ആലോചിക്ക്. എടാ ശരിക്കും കർത്താവ് എന്നെ എടുക്കും. ചേച്ചിക്കറിയാക്കി പറയുന്നേ. ഇങ്ങനെ കുളവാക്കൂ. അല്ലച്ചോ, ശരിക്കും കർത്താവ് എന്നെ എടുക്കും. എന്തെങ്കിലും ഒന്ന് പറയടാ, സമയം പോണം. ഈ അപ്പാപ്പനെ കൊണ്ട് തോറ്റു. ഇന്ന് ഷാപ്പ് തുറക്കണ്ട. അപ്പൊ ആർക്കും അറിയത്തില്ല. അങ്ങനെ ഇനി എന്നെ എടുക്കാനാ? അങ്ങനെ അങ്ങോട്ട് ക്ഷമിക്കും, അത്ര തന്നെ. പുള്ളിക്കത് മാത്രമേ അറിയത്തുള്ളൂ.